ഹായ് ഡിയേഴ്സ്, സാവരിയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു വീനെക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ കഴുത്തകലം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം നമുക്കിപ്പോൾ ഒരു 6.5 ഇഞ്ച് എടുക്കാം. 6 ഇഞ്ച് കഴുത്തിറക്കവും 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴെയും നമുക്ക് ആ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടതൊരു ബോക്സായിട്ട് വരയ്ക്കുക. ഒരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് സാധാരണ കഴുത്തൊക്കെ തയ്ക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് ആ താഴത്തെ കോർണർ കണ്ടോ, ഫോൾഡ് ചെയ്തേക്കുന്ന സൈഡിലെ കോർണറും മുകളിലത്തെ കോർണറും കൂടെ ഒരുമിച്ച് ചേർത്ത് വി പോലെ വരയ്ക്കുക. പക്ഷെ നമ്മളങ്ങനെ വരച്ചാലും അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. കട്ട് ചെയ്ത് അതിലൂടെ എടുത്തു കഴിയുമ്പോഴാണ് കഴുത്ത് സാധാരണ ഇടുങ്ങിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കാണാം. സെൻറ്റർ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ മൊത്തം അളന്ന് നോക്കിയപ്പോൾ 7.5 എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 3.25 വരും. ആ 3.25ൻ്റെ അവിടെ ഞാനിപ്പോൾ ഒരു മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ കൂടുതൽ ഒട്ടും വേണ്ട. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മുകളിൽ നിന്ന് തൊട്ട് ഒന്ന് കർവ് ചെയ്ത് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. കറക്റ്റ് ആ പോയിന്റിൽ കൂടി തന്നെ ഷേപ്പ് ചെയ്ത് വരാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കർവ് ചെയ്ത് കറക്റ്റായിട്ട് വരിക. ഇനി നമുക്ക് ഒരു പാലം പോലെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ വരച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണിയിൽ നമുക്ക് ഇതിലൊട്ടിക്കുമല്ലോ. തുണിയിൽ നമ്മൾ അയൺ ചെയ്ത് ഒട്ടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനാണ്, ഇതിരിക്കാനാണ് അങ്ങനെ നമ്മൾ ഒരു ബ്രിഡ്ജ് പോലെ നമ്മളവിടെ വെട്ടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീനക്ക് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. കാരണം നമുക്ക് തുണിയിലേക്ക് ഒട്ടിച്ച് പിടിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീനക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കണം. തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുർത്തി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുർത്തിയുടെ സെൻറ്റർ ഞാനിപ്പോൾ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് സെൻറ്റർ അറിയാനായിട്ട് ഒരു ലൈനും ഇട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വി നെക്ക് ഒട്ടിച്ചെടുത്തേക്കണ ആ ഒരു തുണി കണ്ടല്ലോ, ആ തുണിയുടെ അറ്റം നമുക്കൊന്ന് മടക്കി തയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡൊന്ന് നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുക്കുകയാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി നമുക്ക് കേട്ടോ. 1/2 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ പതുക്കെ അടിച്ചെടുക്കുക. അപ്പോൾ കഴുത്തൊക്കെ അടിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചെറിയ കാണി ഇട്ടിട്ട് അടിക്കുക, എന്നാലാണ് നന്നായിട്ട് വരികയുള്ളൂ. കഴുത്തിൻ്റെ സൈഡും എല്ലാ ഭാഗവും അടിക്കുമ്പോൾ, കഴുത്തടിക്കുമ്പോൾ നമ്മളെപ്പോഴും ചെറിയ കാണി ഇട്ടിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാട്ടോ വീനെക്ക്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും തന്നെ വീനെക്കാണ് വെക്കാറുള്ളത്. കുർത്തിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്ലിം ആയതുപോലെയൊക്കെ തോന്നും വീനെക്ക് വെക്കുമ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുർത്തിയിൽ മാർക്ക് ചെയ്തേക്കണ ആ ലൈൻ കണ്ടോ, ആ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ആ കഴുത്തിൻ്റെ പീസ് വെട്ടി വെച്ചാണ് ആ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. നോച്ചുകൾ തമ്മിൽ നേരെ വയ്ക്കുക. അതുപോലെ തന്നെ ലൈൻ വരച്ചേക്കണം കേട്ടോ. 2 ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനുകൾ തമ്മിൽ നേരെ വെച്ചിട്ട് ആ ലൈനിൽ കൂടി നേരെ താഴേക്ക് അടിക്കുക. കണ്ടോ, ആ ലൈനിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ടോ? ആ ലൈനിൽ കൂടി നേരെ താഴേക്ക് അടിച്ച് ആ മൂലയില്ലേ കോർണർ, ആ കോർണറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടിക്കുക. ചെറിയ സ്റ്റിച്ച് ഇട്ട് അടിക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഞാൻ മൂലയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്.
ആ കോർണറിൽ നിന്ന് തിരിച്ച് വെച്ചിട്ട് ആ സ്റ്റിഫയിൽ കൊള്ളാതെ ആ സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ അടിക്കുക. സ്റ്റിഫയിലേക്ക് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റിഫയിലേക്ക് കൊള്ളരുത്. അപ്പോൾ നന്നായിട്ട് നേരെ വെച്ചിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. ചെയ്ത് കഴിയുമ്പോൾ കഴുത്ത് ശരിയാവില്ല. കഴുത്ത് നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. ധൃതി പിടിക്കരുത്. അപ്പോൾ സൈഡിൽ കൂടെ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടിച്ച് നമുക്കങ്ങ് മുകളിൽ വരെ നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് പോലെ വെച്ചേക്കണ അതിൻ്റെ മുകളിലേക്ക് കയറ്റി കറക്റ്റ് അങ്ങോട്ട് അടിച്ച് പോവുക. അവിടെ കൊണ്ടുവന്ന് വെച്ച് നിർത്തരുത്. മുകളിലേക്ക് കയറ്റി അടിക്കുക. കണ്ടോ, മുകളിലേക്ക് ഞാൻ കയറ്റി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ അടിക്കാം. അവിടെ നിന്ന് കണ്ടോ, അവിടെ നിന്ന് തൊട്ടടിക്കണം, മുകളിൽ നിന്ന് തൊട്ട്. നമ്മൾ ആ പാലം പോലെ വെച്ചേക്കണത് അത് മാറിപ്പോകാതിരിക്കാൻ കേട്ടോ. അപ്പം അങ്ങ് മുകളിൽ നിന്ന് തൊട്ടങ്ങ് അടിച്ചു വരിക. എന്നിട്ട് ആ മൂലയിൽ കൂടെ കണ്ടോ, ഞാനിപ്പോൾ കത്രികയും കൊണ്ട് കാണിക്കുന്ന ആ മൂലയിൽ കൂടെ അടിച്ചു വരിക. അടിച്ച് കൊണ്ടുവന്ന് ആ താഴെ കൊണ്ടുവന്ന് നിർത്തുക ആ കോർണറിൽ. വേണമെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് വന്ന ആദ്യം അടിച്ച ലൈനിൽ കൂടെ വേണമെങ്കിൽ അടിക്കാം. ഞാനിപ്പോൾ അടിക്കുന്നില്ല. രണ്ടടിപ്പ് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം അടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തുള്ള തുണിയുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇടുമ്പോൾ എപ്പോഴും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. കോർണർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോർണറിലേക്ക് അങ്ങോട്ട് കയറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോർണർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കോർണർ കട്ട് ചെയ്യുന്ന ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ കട്ട് കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ എന്നാലാണത് നന്നായിട്ടിങ്ങനെ തിരിഞ്ഞു വരുള്ളൂ. കോർണർ നല്ല കൂർത്ത് വരണമല്ലോ, എന്നാലാണ് ആ വീനൊക്കെ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിൽ കൊള്ളരുത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി പോർഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാം. മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പുറയും ഇപ്പുറയും ഒക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്നോളും. തിരിച്ച് വെച്ചിട്ടൊന്ന് അയൺ ചെയ്താലും മതി. അപ്പോൾ മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്കിടാം. നമ്മളിപ്പോൾ പിടിപ്പിച്ച ആ പീസ് ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. ഇതൊരു ബ്രൊക്കേഡിൻ്റെ പോലത്തെ തുണി ആയതുകൊണ്ട് അയൺ ചെയ്താൽ ഇരുന്നോളും. ചില തുണികൾ പോളിസ്റ്റർ പോലുള്ള തുണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊന്നും അയൺ ചെയ്താൽ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഒരു പ്രസ് സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ടിരുന്നോളും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡ് വേണമെങ്കിൽ ഹെം ചെയ്തെടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഫിനിഷിങ് വരുന്നത്. അല്ലെങ്കിൽ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ കാണുന്ന മാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും, അറ്റവും അതുപോലെ തന്നെ പുറം ഭാഗവും അകം ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് നല്ലോണം നേരെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികു വശം വേണമെങ്കിൽ. ഇപ്പം തന്നെ വീനക്കായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വീനക്കായിട്ടുണ്ട്. നല്ല കോട്ടൺ അജ്രക്കിൻ്റെയൊക്കെ തുണിയിൽ ഇതുപോലെ വീനക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അജ്രക്ക് എപ്പോഴും ഫാഷനാണല്ലോ. ഇപ്പോഴും അജ്രക്കിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള തുണികളിലൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ അരികു വശം ചേർന്ന്, അതായത് ആ മൂല ചേർന്ന് കറക്റ്റ് അരികിൽ കൂടെ തന്നെ അടിക്കുകയാണ്. ആ കോർണർ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് വരിക. ഇനി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പുറം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് 1/4 ഇഞ്ചും കൂടെ വിട്ടിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നുള്ളൂ. ബാക്കിൽ ഹെം ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം
ഈ നെക്കൊന്ന് കട്ട് ചെയ്തതാണ്. കണ്ടോ, പുറകിലും നല്ല ഭംഗിയായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.